ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വായിക്കാം. യോഹന്നാന് ശേഷം 4-ാം അധ്യായം 34-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവ ഇഷ്ടം, അതാണ് വിഷയം. ദൈവ ഇഷ്ടം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവ ഇഷ്ടം, അതാണ് നാം ഇന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നത്. ദൈവ ഇഷ്ടം. നമുക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ ആഗ്രഹമുണ്ട്. ദൈവ ഇഷ്ടം. ഓരോ കാര്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ഗൈഡൻസ് നോക്കുന്ന ആളുകളുണ്ട്. ഗൈഡൻസ് അന്വേഷിക്കും. ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് അറിയാനായിട്ട് നോക്കും. നോക്കിയാൽ വേദപുസ്തകത്തിൽ മറിച്ച് നോക്കി ഒരു ഭാഗം കാണും. ആ ഭാഗം കണ്ടാൽ അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വിചാരിക്കും. അതൊക്കെ തെറ്റായ ഗൈഡൻസാണ്. നമ്മുടെ പ്രത്യേകമായ ആ വിഷയം, അതിന് വേദപുസ്തകത്തിൽ വാക്യം വായിച്ച് നോക്കാൻ പറ്റില്ല. ഈ പോൾ യോങ്കിച്ചോ എന്ന് പറയുന്ന ശക്തനും ഭക്തനുമായ ഒരു മിഷണറി ഉണ്ട് സൗത്ത് കൊറിയയിൽ. വലിയൊരു ശക്തമായൊരു സഭയാണ് അദ്ദേഹത്തിൻ്റെ സഭ അവിടെയുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, 2 പെൺകുട്ടികൾ, നല്ല ഭക്തിയുള്ള കുട്ടികളാണ്, വളരെ വിശ്വാസമുള്ളവരാണ്, വളരെ ഭക്തി നിർഭരമായ ജീവിതം നയിക്കുന്നവരുമാണ്. ആ പെൺകുട്ടികൾ 2 പേരും ഒരിടത്ത് പോകാനായിട്ട് ഇറങ്ങി. കർത്താവിൻ്റെ വേലയ്ക്കാണ് പോകുന്നത്, സുവിശേഷ വേലയ്ക്ക്. അവർ പോകുന്ന വഴിക്കൊരു പുഴയുണ്ട്. ആ പുഴയിൽ അവിടെ പാലമില്ല. അവിടെ സാധാരണ രീതിയിൽ അപ്പുറം കിടക്കാൻ നിർവാഹമില്ല. പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട്. എന്താ വേണ്ടത് അവരാലോചിച്ചു. അവർ പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ വചനമുണ്ടല്ലോ, ഈ മോശ ജനത്തെ നടത്തിക്കൊണ്ട് പോയപ്പോൾ കർത്താവിൻ്റെ വിലയാണല്ലോ, ചെങ്കടൽ മാറിയല്ലോ, നോക്ക് വിശ്വാസത്തോടെ നമുക്ക് ഇറങ്ങാം. വിശ്വാസത്തോടെ ഇറങ്ങിയാൽ മാറും. തന്നെയല്ല, യോശുവ ജനത്തെ നടത്തിയപ്പോൾ യോർദാൻ 6 നദി അത് മെത്തി ഒഴുകുന്നുണ്ടായിരുന്നു. ഓരോ പുരോഹിതന്മാർ, പെട്ടെന്ന് നോക്കുന്ന പുരോഹിതന്മാരുടെ കാല് വെള്ളത്തിൽ തൊട്ടപ്പോഴേക്കും വെള്ളം മാറി. വചനം അങ്ങനെയല്ലേ, വചനമാണല്ലോ, നമുക്ക് വചനം വിശ്വസിക്കാം. നല്ല വിശ്വാസത്തോടെ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഒരടി പോയി, വെള്ളം മാറിയില്ല. 4-5 അടി പോയി, വെള്ളം മാറിയില്ല. അരയോളമായി വെള്ളം അല്ല, വെള്ളം മാറിയില്ല. പക്ഷെ അവർക്ക് സംശയമില്ല, വെള്ളം മാറും. നല്ല വിശ്വാസം. അവർ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി ചത്തു. 2 പേരും മരിച്ചു. അതെന്താ? അപ്പോൾ ദൈവത്തിൻ്റെ വചനമല്ലേ. വേദപുസ്തകത്തിലൊരു കാര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത്, ആ ദൈവത്തിൻ്റെ വചനം അത് ലോഗോസ് മാത്രമാണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള വചനമാണ്. പൊതുവായിട്ടുള്ള വചനം ഒരു പ്രത്യേക വ്യക്തിക്ക് ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക കാര്യത്തിന് പ്രത്യേകിച്ച് തരുന്നതായ ഒരു സ്പെസിഫിക് മെസ്സേജ് ഉണ്ടായിരിക്കണം. ഒരു സ്പെസിഫിക് വേർഡ് ഓഫ് ഗോഡ്, വ്യക്തിപരമായ അതിനെ റീമ എന്ന് പറയും. ലോഗോസ് ഉണ്ടായിട്ട് കാര്യമില്ല, റീമ കിട്ടണം. നമുക്ക് വ്യക്തിപരമായി നമുക്ക് ഒരു ഇത് കിട്ടണം, വ്യക്തിപരമായി ഒരു സന്ദേശം കിട്ടണം, വ്യക്തിപരമായിട്ട് കിട്ടണം. അത് സ്പെസിഫിക് ആയിരിക്കും, അവളുടെ കൃത്യമായിരിക്കും, ഡെഫിനിറ്റ് ആയിരിക്കും. അങ്ങനെ ഒരു വ്യക്തമായൊരു ദൂത് കിട്ടണം. ഇല്ലെങ്കിൽ വെറുതെ വേദവസ്തം മറിച്ച് നോക്കിക്കൊണ്ട് നമ്മൾ ദൈവത്തെ നടത്തിപ്പാണെന്ന് വിചാരിക്കരുത്. അനേകം ആളുകളും ഈ ബൈബിൾ ഇങ്ങനെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കും, മറിച്ച് നോക്കും, എവിടെയെങ്കിലും ഒന്ന് കാണും, അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഭാഗം വായിക്കും. അപ്പോൾ അത് ദൈവം അടുത്ത് വേണമെന്ന് വിചാരിക്കും, ദൈവം ഇഷ്ടമാണെന്ന് വിചാരിക്കും. ഒരിക്കലും ആ അബദ്ധത്തിൽ വിശ്വാസികൾ തെറ്റിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. വിശ്വാസികളായ ദൈവമക്കൾ ഒരിക്കലും ആ അപകടത്തിൽ കുടുങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക്
വചനത്തിൻ്റെ ആഴങ്ങൾ മനസ്സിലാക്കി തരുന്നു. വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നു. വചനത്തിൻ്റെ ഗാംഭീര്യവും ആശയ പെരുമയും മനസ്സിലാക്കി തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാൾ അല്പം ഹാസ്യാത്മകമാണ്. ഒരാൾ ദൈവഹിതം അറിയാനായിട്ട്, ഒരു ദൈവത്തിൻ്റെ ഹിതം അറിയാനായിട്ട് ബൈബിൾ വായിച്ചു. മത്തായി 27:5 കിട്ടി. മത്തായി 27:5 വായിച്ചേ. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്നു കെട്ടിഞ്ഞാന്നു ചത്തുകളഞ്ഞു. എന്താണിത്? കെട്ടിച്ചാന്ന് ചത്ത് കളഞ്ഞു. ഇതാണ് എന്തോ അപകടമാണല്ലോ. അവതിന് വായിച്ചപ്പോൾ കിട്ടേണ്ട ഗൈഡൻസ് കെട്ടിച്ചാന്ന് ചത്തു. ഞാൻ ചാവാനായിരിക്കുമോ ദൈവം പറയുന്നത്? എന്താണത്? അവന് സംശയമായി. ഒന്നുകൂടി മറിച്ച് നോക്കി. അപ്പോൾ കിട്ടിയത് ലൂക്കോസ് 10:37. അവനോട് കരുണ കാണിച്ചവനെന്ന് അവൻ പറഞ്ഞു. യേശു അവനോട് നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. കെട്ടിച്ചാന്ന് ചത്ത് കളഞ്ഞു. അടുത്ത് കിട്ടിയത് എന്താ? നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. കൊള്ളാമല്ലോ, ദൈവം തന്ന നല്ല അരുളപ്പാട്. നീയും ഇപ്പോൾ അങ്ങനെ ചെയ്യും. പാവം പേടിച്ചു പോയി. ഞാനും പോയി കെട്ടിച്ചാന്ന് ചെയ്യണോ? ഒന്നുകൂടി വരച്ച് നോക്കാം. അപ്പോൾ കിട്ടി യോഹന്നാൻ 2:5 വായിച്ച്. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഒന്നുകൂടെ കുഴപ്പമായി. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അവൻ ഒന്നുകൂടെ പരിഭ്രമമായി. അപ്പോൾ കൽപ്പിച്ചു, കെട്ടിച്ചാന്ന് ചത്ത് കളഞ്ഞു, നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക. ഇതാ അവൻ നിങ്ങൾ എന്തെങ്കിലും കൽപ്പിച്ചാൽ ചെയ്യുവീൻ. കാര്യം കുഴഞ്ഞു. ഒന്നുകൂടി മറിച്ച് നോക്കിക്കളെ. മറിച്ചു. അന്നേരം എന്താണ്? യോഹന്നാൻ 13:27. ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട് നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. വേഗത്തിൽ ചെയ്യുക എന്ന് പറയുന്നു. ആകെ അമ്പരപ്പിലായി, അസ്വസ്ഥനായി. ഇതൊരു ഹാസ്യാത്മകമായ ഒരു ചിത്രീകരണമാണ്. പക്ഷേ അതിനകത്ത് ഒരു കാര്യമുണ്ട്. ബൈബിളിലെ ചില ഭാഗങ്ങൾ വായിച്ച് നാം ഒരിക്കലും ഗൈഡൻസ് നോക്കരുത്. ദൈവ ഇഷ്ടം അന്വേഷിക്കരുത്. ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ? ഒരു നല്ല പുസ്തകമുണ്ട്, ഫൈൻഡിങ് ഗോഡ്സ് വിൽ, ദൈവത്തിൻ്റെ ഇഷ്ടം കാണുന്നത് എങ്ങനെ എന്നതിനെക്കുറിച്ച് എന്നൊരു പേരിൽ ഡോക്ടർ സാക് പുന്നൻ ഒരു ഇംഗ്ലീഷ് പുസ്തകം എഴുതിയിട്ടുണ്ട്. മലയാളം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഫൈൻഡിങ് ഗോഡ്സ് വിൽ, ഇംഗ്ലീഷ് അറിയാവുന്ന പുസ്തകം വായിച്ചാൽ നല്ലതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുന്നത് എങ്ങനെ? നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും ദൈവത്തിൻ്റെ ഇഷ്ടം. ഒരു കല്യാണം ആലോചിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? ചിന്തിക്കുക, സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. ദൈവം ഇഷ്ടമാണോ? ചിന്തിക്കാം. അല്ലെ, ഓരോരോ കാര്യങ്ങൾ. ഇന്ന കാര്യത്തിൽ ബിസിനസ് തുടങ്ങണം, ദൈവത്തിന് ഇഷ്ടമാണോ? ഇന്ന ബിസിനസ്സാണ്, അത് ദൈവത്തിന് ഇഷ്ടമാണോ? അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് എന്നറിയാനുള്ള ആഗ്രഹം നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. ദൈവത്തിൻ്റെ ഇഷ്ടം. സ്തോത്രം. നമുക്ക് വായിക്കാം ചില കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ നമുക്ക് വായിക്കാം. സങ്കീർത്തനം 40 സങ്കീർത്തനം എടുക്കാം. 40 സങ്കീർത്തനത്തിൽ 40 സങ്കീർത്തനം 8-9 വാക്യങ്ങൾ വായിക്കാം. എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ആഗ്രഹമാണ്. ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നല്ല സമർപ്പണമാണ്. കർത്താവേ എനിക്ക് നിൻ്റെ ഇഷ്ടം നിർവഹിച്ചാൽ മതി. നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ഇഷ്ടം നടക്കണം. നിൻ്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകണം. നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. സംഗീതക്കാരനുള്ള ധൈര്യം അതാണ്. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ അതിന് സഹായമായിട്ടൊന്നുണ്ട്. ന്യായപ്രമാണമുണ്ട്, ദൈവത്തിൻ്റെ വചനമുണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യാൻ സാധിക്കും. ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. നിൻ്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കും. ദൈവത്തിൻ്റെ വചനം ഉള്ളിലുണ്ട്. വചനം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഏതാണെന്നറിയാമോ? എന്തൊരു ശക്തിയാണത്. നേർവഴിക്ക് നയിക്കും വചനം. വ്യക്തമാണ്. അത് വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ നാം പിടിച്ചിട്ടുണ്ടെങ്കിൽ, ആ വചനം നമ്മെ നയിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഒരു ഗൈഡൻസ് ആരെങ്കിലും പറഞ്ഞു തരികയല്ല. ഇന്ന കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണ്ട എന്ന് പറഞ്ഞു തരുന്നതല്ല. വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വചനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നടത്തും. ന്യായപ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു. സ്തോത്രം. വീണ്ടും വായിക്കാം. മത്തായി 26:39, 26:39.
പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, ഞാൻ ആഗ്രഹിക്കുന്ന പോലെയല്ല, ഞാൻ ഇച്ഛിക്കുന്ന പോലെയല്ല, എൻ്റെ ഇഷ്ടം പോലെയല്ല, നിൻ്റെ ഇഷ്ടം പോലെ നടക്കണമേ. സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് വിധേയപ്പെട്ട് കൊടുക്കുകയാണ്. നമ്മിൽ പലരും ദൈവ ഇഷ്ടം നടക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചാലും ദൈവ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തോട് അടുത്ത് വന്നെങ്കിൽ മാത്രമേ നമ്മൾ അനുസരിക്കുകയുള്ളൂ. നമ്മളങ്ങനെയാണ്, പലരും അങ്ങനെയാണ്, നമ്മൾ അനുസരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ഇഷ്ടത്തോട് അനുരൂപമായി വന്ന് കിട്ടിയാലേ അനുസരിക്കൂ. ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ട് അത് നിവർത്തിച്ചില്ലെങ്കിൽ വലിയ നിരാശയ്ക്ക് കാരണമായി തീരും. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു കാര്യം കൽപ്പിച്ചാൽ അത് കണ്ണുടച്ചനുസരിച്ചാൽ അനുഗ്രഹമായിരിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ആലോചന കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സെക്കൻഡ് തിങ്കിങ് വേണ്ട, രണ്ടാമത് ചിന്തിക്കണ്ട, അങ്ങ് അനുസരിക്കുക. അനുസരിച്ചാൽ പ്രയോജനമുണ്ട്. എനിക്കും അനേക അനുഭവങ്ങളുണ്ട്. അനേക അനുഭവങ്ങൾ. ഞാൻ അനുസരിച്ച കാര്യങ്ങൾ ഒരു ചിന്തയും കൂടെ രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഞാൻ അനുസരിച്ച കാര്യങ്ങൾ, ഞാൻ ഒരിക്കലും വിശകലനം ചെയ്യാതെ, എന്തിനെന്നോ എന്തുകൊണ്ടെന്നോ ചോദിക്കാതെ അനുസരിച്ച കാര്യങ്ങൾ, അനേകം കാര്യങ്ങളുണ്ട്. ഞാനതുകൊണ്ട് തികഞ്ഞവനായി എന്നല്ല, പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിർദ്ദേശങ്ങളും നിയോഗങ്ങളും അനുസരിക്കുക. ഇല്ലെങ്കിൽ കനത്ത നഷ്ടം നേരിടേണ്ടി വരും. യോനാ പ്രവാചകൻ്റെ കാര്യം നമുക്ക് വേദപുസ്തകത്തിൽ അറിയാമല്ലോ. പ്രവാചകൻ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞവനാണ്. നിസ്സാര കാര്യമല്ല. ദൈവം നേരിട്ടൊരു പ്രവാചകനൊരു ദൂത് കൊടുത്തു, ഒരു നിയോഗം കൊടുത്തു പറഞ്ഞാൽ നിസ്സാര കാര്യമാണോ? നിത്യനായ ദൈവം ഒരു ഭൂമിയിൽ ഒരു മനുഷ്യനൊരു തൻ്റെ വചനം പരിപാലിപ്പിക്കുന്നു. എന്തൊരു വലിയ പദവിയാണത്, എന്തൊരു വലിയ ഭാഗ്യമാണത്. പ്രവാചകൻ പക്ഷേ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. ദൈവത്തിന് നിയോഗം കിട്ടുമ്പോൾ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ചു. ഞാനിപ്പോൾ അവിടെ പോയി പ്രസംഗിച്ചാൽ ഒരു മാനസാന്തരപ്പെടും. ഒരു മാനസാന്തരപ്പെട്ടാൽ ദൈവം അവരുടെ പാപം ക്ഷമിക്കും, അവരുടെ ദേശത്തിന് കുഴപ്പം വരില്ല, നാശം വരില്ല, ദൈവം നശിപ്പിക്കില്ല. അവസാനം ഞാൻ മണ്ടനാകും, ഞാൻ ആളുകളുടെ മുമ്പിൽ ഒരു ഹാസ്യപാത്രമാകും. പ്രസംഗിച്ചിട്ട് എന്തായി? 40 ദിവസം കഴിയുമ്പോൾ നിലവെ ഉന്മൂലമാകുമെന്ന് പറഞ്ഞിട്ട് എന്തായി? 40 ദിവസം കഴിയുമ്പോൾ നിലവെ ഉന്മൂലമാകുമെന്നല്ലേ നീ പ്രസംഗിച്ചത്? എന്തായി? ഉന്മൂലമായോ? ഇല്ല. അതാ നിൻ്റെ പ്രസംഗത്തിന് ഇത്രയ്ക്കേ വിലയുള്ളൂ. നോക്കൂ, ഇങ്ങനെ ആക്ഷേപിക്കുമെന്ന് പ്രവാചകൻ ചിന്തിച്ചു. ജനം എന്നെ ഒരു സോറി ഫിഗറായിട്ട് കാണുമെന്ന് വിചാരിച്ചു, എന്നൊരു പരിഹാസപാത്രമാക്കി കാണുമെന്ന് വിചാരിച്ചു. ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കത് പാടില്ല. ജനം എന്നെ ഇങ്ങനെ കാണുന്നു, ജനം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും? പരിഹാസപാത്രമാക്കുമോ? എന്നെ പരിഹസിക്കുമോ? എന്നെ ആക്ഷേപിക്കുമോ? ഇല്ല. ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴും നിർമ്മമനായിരിക്കണം. എന്ന് വെച്ചാൽ എന്താ? ഒന്നിനോട് മമതയില്ലാത്തവനായിരിക്കണം. നിർമ്മമനായിരിക്കണം. ഒന്നിനോട് മമതയില്ല, ഒന്നിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. പറയാൻ എളുപ്പമാണെങ്കിലും ജീവിക്കാൻ പ്രയാസമാണ് കേട്ടോ. നിർമ്മമനായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. ചില ടെസ്റ്റ് പോയിൻ്റുകൾ വരുമ്പോൾ, ടെസ്റ്റ് കേസസ് വരുമ്പോൾ നമ്മൾ പരക്രമം വരും. പക്ഷെ ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴും നിർമ്മമനായിരിക്കണം. ഒന്നിനോടും മമത ഉണ്ടാകാൻ പാടില്ല, ഒന്നിനോടും അറ്റാച്ച്ഡായി പോകാൻ പാടില്ല, ഒന്നിനോടും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ പാടില്ല. സ്വതന്ത്രനായിരിക്കണം. ദൈവത്തിൻ്റെ ദാസൻ എപ്പോഴും സ്വതന്ത്രനായിരിക്കണം, ഹൃദയം സ്വതന്ത്രമായിരിക്കണം. യോനാ പ്രവാചകൻ ചിന്തിച്ചു, ജനം എന്നെക്കുറിച്ച് എന്ത് പറയും? ഞാൻ പ്രസംഗിക്കും, ദൈവം എന്നോട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, നീ ചെന്ന് നിനവേക്ക് വിരോധമായി പ്രസംഗിക്കുക, 41 ദിവസം കഴിയുമ്പോൾ നിനവേ ഉന്മൂലമാകും. ഇത് പറഞ്ഞാൽ ജനം തിരിയും, ജനം മനംതിരിയുമ്പോൾ ദൈവത്തിൻ്റെ കോപം മാറും, ശിക്ഷ മാറും. അവരനുഭവിക്കുമ്പോൾ ദൈവം ശിക്ഷ മാറ്റും. ഞാനൊരു മണ്ടനായി പോവില്ലേ? എൻ്റെ വാക്കിന് വിലയില്ലാതായി പോവില്ലേ? ഇത്രേ ചിന്തിച്ചുള്ളൂ. പറ്റിയ കേട് നിസ്സാരമല്ല. യോനാ പ്രവാചകൻ മൂലം കപ്പലിന് കേട് വരുന്നു, കപ്പലിലെ ചരക്ക് മുഴുവൻ എറിഞ്ഞു കളയേണ്ടി വരുന്നു, എത്രയോ പേർക്ക് നഷ്ടം വരുന്നു. നിസ്സാര നഷ്ടമാണോ? ഒറ്റയ്ക്കൊരാളുടെ അനുസരണക്കേട് മൂലം, ദൈവഹിതത്തിന് വിധേയപ്പെടാത്തത് മൂലം എന്ത് വലിയ കേടാണ് സംഭവിച്ചത്, എന്ത് വലിയ നഷ്ടമാണ് സംഭവിച്ചത്.
ചരക്ക് മുഴുവൻ എറിഞ്ഞു കളഞ്ഞു. ഉള്ളതല്ല, സ്വത്തല്ല എറിഞ്ഞു കളഞ്ഞു പറഞ്ഞാൽ എന്താ പറയുന്നത്? ഒരു കപ്പില്ല, സ്വത്തല്ല എറിഞ്ഞു കളഞ്ഞു, കപ്പിൻ്റെ ഭാരം കുറയ്ക്കാൻ. പക്ഷേ എറിഞ്ഞ് കളയേണ്ടത് യോനായായിരുന്നു. അനുസരണക്കേടിനെയായിരുന്നു എറിഞ്ഞു കളയേണ്ടത്. അനുസരണക്കേടിൻ്റെ പ്രവാചകനെയായിരുന്നു എറിഞ്ഞു കളയേണ്ടത്. ആ അനുസരണക്കേടിൻ്റെ പ്രവാചകൻ അവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ മാത്രമേ കപ്പലിന് സ്വസ്ഥതയുള്ളൂ. ദൈവജനമേ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കാതെ പോയാൽ കപ്പലിന് കേടുവരും. ആ കപ്പലിലുള്ളവർക്ക് എല്ലാവർക്കും കേടുവരും. അതാണ് കുഴപ്പം. ഇവൻ യാത്ര ചെയ്യുന്ന കപ്പലിൽ ഉള്ളവർ എല്ലാവർക്കും കേടുവരും. ആ കുടുംബത്തിന് കേടുവരും, കുടുംബ തലമുറയ്ക്ക് കേടുവരും, പലതരം പ്രശ്നങ്ങൾക്ക് കാരണമായി തീരും. ദൈവത്തിന് സ്തോത്രം. പ്രവാചകനെ കപ്പലിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു, കടൽ ശാന്തമായി. പ്രക്ഷുബ്ധമായി കടൽ ശാന്തമായി. ഇളകി മറിഞ്ഞിൻ്റെ തിരമാലകളിൽ അടങ്ങി, എല്ലാം ശാന്തമായി. അവിടെ ഒരു അനുസരണക്കേട്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായ ഒരു നിലപാട് അവിടെ ഉണ്ടായപ്പോൾ എല്ലാം അപകടത്തിലേക്ക് നീങ്ങി. പക്ഷേ ആ പ്രവാചകനെ അവിടെ നിന്ന് മാറ്റി കടലിലേക്ക് എറിഞ്ഞു. കടൽ, ഓളങ്ങൾ ശാന്തമായി, കടലടങ്ങി. പ്രവാചകനെ എറിഞ്ഞു കളഞ്ഞെങ്കിലും സ്വർഗത്തിലെ ദൈവം പ്രവാചകനെ മറന്നില്ല. അത് മറക്കരുത്. അത് നമുക്ക് ആശ്വാസകരമായൊരു ദൂതാണ്. സ്വർഗത്തിലെ ദൈവം യോനാ പ്രവാചകനെ മറന്നില്ല. സ്വർഗത്തിലെ ദൈവം യോനാ പ്രവാചകന് വേണ്ടി ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. സ്വർഗത്തിലെ ദൈവം കൽപ്പിച്ച ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിരുന്നു. സ്തോത്രം. ഈ മെഡിറ്ററേനിയൻ കടലിൽ കൂടി പടിഞ്ഞാറോട്ട് കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മത്സ്യം കടലിൻ്റെ അടിയിൽ കൂടി പടിഞ്ഞാറോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതം! ഈ മത്സ്യം ഒന്നറിയുന്നില്ല. അതിങ്ങനെ മുകളിലേക്ക് വളർന്നുകൊണ്ട് പടിഞ്ഞാറോട്ട് കടലിൻ്റെ അടിത്തട്ടിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു വലിയ ഭീകരനായ ആനയേക്കാൾ എത്രയോ വലിപ്പമുള്ള ഒരു മഹാമത്സ്യം അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരത്ഭുതം! ആ മത്സ്യത്തിൻ്റെ ആമാശയത്തിൽ ഒരു ഓക്സിജൻ ബ്ലാഡർ ഉണ്ടായിരുന്നു. എന്തൊരത്ഭുതം! ഓക്സിജൻ ബ്ലാഡർ ആമാശയത്തിൽ ഉള്ളതായ ഒരു മഹാമത്സ്യം ഇങ്ങനെ കടലിൻ്റെ അടുത്തിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കപ്പലിൽ നിന്ന് യോനായെ എറിഞ്ഞു വീണത് ഈ മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക്. സ്തോത്രം. വിശ്വസിക്കൂ, അനുസരണക്കേടിലാണ് മകനെ നീ പോകുന്നതെങ്കിലും, മകളെ നീ അനുസരണക്കേടിലാണ് നീങ്ങുന്നതെങ്കിലും, നിന്നെ ഉൾക്കൊള്ളാൻ ഒരു മഹാമത്സ്യം കാത്തു നിൽക്കുന്നുണ്ട്. ദൈവത്തിന് വിരുദ്ധമായിട്ടാണ് നീ പോകുന്നതെങ്കിലും നിന്നെ സ്വീകരിപ്പാൻ ദൈവം ഒരു മഹാമത്സ്യത്തെ കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആ മഹാമത്സ്യമാണ് പരിശുദ്ധാത്മാവ്, സ്വർഗത്തിൻ്റെ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള ആത്മാവ്. സ്തോത്രം. ഈ മഹാമത്സ്യം ഇങ്ങനെ നിൽക്കുകയാണ്. മഹാമത്സ്യം കാത്തു നിൽക്കുകയാണ്. ഒന്നും അറിഞ്ഞുകൊണ്ടല്ല. പക്ഷേ പരിശുദ്ധാത്മാവ് ഈ യോനാ പ്രവാചകനെ അനുസരണം കേട്ട പ്രവാചകനെ സ്വീകരിക്കാൻ, നഷ്ടപ്പെടുത്താനല്ല, സ്വീകരിക്കാൻ തയ്യാറായി കടലിൻ്റെ അടിത്തട്ടിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ, ഇതുവരെയും ദൈവഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായ വഴിയിലൂടെയാണ് നിങ്ങൾ പോയതെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങൾ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടാണ് പോയതെങ്കിൽ, ഇതുവരെയുള്ള ജീവിതം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ആശയ്ക്ക് വകയുണ്ട്, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് ഇനിയും രക്ഷപ്പെടാം. ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം കരുതുന്നവനാണ്. ദൈവം നശിപ്പിക്കുന്നവനല്ല. ദൈവം കളയുന്നവനല്ല, തള്ളിക്കളയുന്നവനല്ല. ദൈവം സ്വീകരിക്കുന്നവനാണ്. ദൈവം കൈക്കൊള്ളുന്നവനാണ്. ദൈവം സ്നേഹിക്കുന്നവനാണ്. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹം. ഒരുപക്ഷെ ഇത്രയും കാലം ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് മാറിയാണ് നാം പോയതെങ്കിലും ഇനിയുള്ളതായ കാലം ദൈവത്തിന് വേണ്ടി നിങ്ങൾ വേർതിരിക്കുമെങ്കിൽ ഇന്ന് ദൈവം നിങ്ങളെ സ്വീകരിക്കുന്നു. മാത്രമല്ല, നിങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ എത്തേണ്ട സ്ഥാനത്ത് നിങ്ങൾ എത്തിക്കും. സ്തോത്രം. കിഴക്ക് നിനവയിലേക്ക് പോകാൻ പുറപ്പെട്ട പ്രവാചകൻ പടിഞ്ഞാറോട്ട് തർശീസിലേക്കാണ് പോയത്. നേരെ എതിർദിശയിലേക്കാണ് പോയത്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ എതിർദിശയിലേക്ക് നിങ്ങൾ പോയെങ്കിലും ഇനിയും നേർപാതയിൽ കൂടി പോകേണ്ട വഴിയിൽ കൂടി നിങ്ങൾ നടത്താൻ ദൈവമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഇത്രയും കാലം നഷ്ടവും നാശവുമാണെങ്കിലും, ഇത്രയും കാലം പരാജയത്തിൻ്റെ കാലങ്ങളാണെങ്കിലും, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലങ്ങൾ നിങ്ങൾക്ക് തരും. ശുശ്രൂഷ മടക്കിത്തരും. സ്തോത്രം. എന്തൊരു ആശ്വാസമല്ലേ! ശുശ്രൂഷ മടക്കിത്തരും.
യോന പ്രവാചകന് നഷ്ടപ്പെട്ട ശുശ്രൂഷ ഉണ്ടാക്കി തന്നു, നഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ടതായി സന്തോഷം തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു കിട്ടി, നഷ്ടപ്പെട്ട നിയോഗം തിരിച്ചു കിട്ടി. രണ്ടാമത് അരുളപ്പാടുണ്ടായി. നിനവിലേക്ക് ചെന്നു. അവിടെ 5000-ലേറെ മൈൽ ഈ മത്സ്യം സഞ്ചരിച്ചു. എന്തൊരോട്ടം! 3 ദിവസം കൊണ്ട് അങ്ങ് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ജിബ്രാൾട്ടർ കടലിൽ കടന്ന് അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൽ കടന്ന് നേരെ തെക്കോട്ട് ആഫ്രിക്കയുടെ പടിഞ്ഞാറ് അരികത്തുകൂടി തെക്കോട്ട് ഓടി. അവിടുന്ന് ഗുഡോപൂനം ചുറ്റി നേരെ ആഫ്രിക്കയുടെ കിഴക്കേ തീരത്ത് കൂടി വടക്കോട്ട് ഓടി ചെങ്കടൽ കടന്നു. നിനവയുടെ തീരത്ത് യോന പ്രവാചകനെ മത്സ്യം ഛർദ്ദിച്ചു. സ്തോത്രം! എത്തേണ്ട അടുത്ത് എത്തിച്ചു. സ്നേഹിത, നീ ഇതുവരെയും എത്തേണ്ട അടുത്ത് എത്തിയിട്ടില്ല. ദൈവത്തിന് വിരുദ്ധമായി നീ യാത്ര ചെയ്തു. എന്നാൽ നിന്നെ എത്തേണ്ട അടുത്ത് എത്തിക്കാൻ ഒരു ജീവനുള്ള ദൈവമുണ്ട്. അവനാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സുണ്ടോ അവൻ്റെ കാര്യങ്ങളെ കൊടുക്കാൻ? അവൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാൻ മനസ്സുണ്ടോ? നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ ജീവനുള്ള ക്രിസ്തുവിൻ്റെ തൃക്കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് അവൻ്റെ കൃപയും ശക്തിയും ബലവും ലഭിക്കും. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കാം. കാരുണ്യവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ ഹിതം നിവർത്തിപ്പാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ വരുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവേ, ഈ സമർപ്പണത്തിലേക്ക് എല്ലാവരെയും ആനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അത്ഭുതനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.